ഇത് ശാരദ, ഇദ്ദേഹം എൻ്റെ അച്ഛൻ രവീന്ദ്രൻ പിള്ള. ഇനി ഇവരോട് സംസാരിക്കുമ്പോൾ മര്യാദക്ക് സംസാരിക്കണം നീ. മുഖം കടുപ്പിച്ചുകൊണ്ട് അജയൻ പറഞ്ഞു. കയ്യിലിരുന്ന ഊന്നുവടി ഒരു വശത്തേക്ക് മാറ്റിവെച്ച് വേദനയോടെ അവൻ സോഫയിലേക്ക് അമർന്നിരുന്നപ്പോൾ ശരീരം മുഴുവൻ നീറിപ്പുകയുന്നത് പോലെ തോന്നി. ഓരോ വേദനയും അവൻ്റെ ജീവനെടുക്കുന്നത് പോലെയായിരുന്നു. ആശുപത്രിയിൽ പോയ നീലിമ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് അജയൻ്റെ അച്ഛനും അമ്മയും കാര്യങ്ങൾ അറിഞ്ഞത്. സാഹചര്യം ഗുരുതരമാണെന്ന് മാത്രം ചുരുക്കി പറഞ്ഞ നീലിമ അവർ ചോദിച്ച മറ്റൊന്നിനും മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. മകനെ നേരിൽ കാണണമെന്ന ആകുലതയിൽ അന്നു തന്നെ രാത്രിയോടെ അവർ അവിടേക്ക് തിരിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ തങ്ങളുടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ മുഴുവൻ സത്യം അവർ അറിയുന്നത് നെഞ്ചിലേക്ക് തിളച്ച വെള്ളം കോരിയൊഴിച്ചതുപോലെ തോന്നി ശാരദക്ക്. ആൺകുട്ടിയല്ലേ, നല്ലപോലെ വളരട്ടെ എന്ന് കരുതി അളവില്ലാത്ത സ്നേഹവും സ്വാതന്ത്ര്യവും നൽകി വളർത്തിയ സ്വന്തം മകൻ തന്നെയാണോ ഒരു പെണ്ണിൻ്റെ ജീവിതം ഇങ്ങനെ തകർത്തതെന്ന് ഓർത്തപ്പോൾ ആ അമ്മയുടെ ഉള്ളം തകർന്നു പോയി. എൻ്റെ പേരക്കുട്ടി എവിടെയാടാ? ഈ കുടുംബത്തിൻ്റെ അവകാശിയല്ല ആ കുഞ്ഞ്. ആ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ മരുമകൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാത്തിനും കാരണം നീയല്ലാടാ, നീ മാത്രമാ. അജയനെ നോക്കി ശാരദയുടെ ശബ്ദം ഇടിമുഴക്കം പോലെ ഉയർന്നു. സ്വന്തം ഭാര്യയോടും കുഞ്ഞിനോടും ഇങ്ങനെയാണാടോ നീ പെരുമാറേണ്ടത്? നിനക്കിത്രയും അഹങ്കാരം എവിടുന്നാടാ വന്നത്? അവർ ഓരോരോ വാക്കും പറയുമ്പോൾ അജയൻ തല കുനിച്ചു നിന്നു. അപ്പോഴാണ് വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങിയത്. വാതിൽ തുറന്നപ്പോൾ ഭക്ഷണവുമായി ഒരു ഡെലിവറി ബോയ് പുറത്തേക്ക് വന്നു. രേവതിയാണോ ഇവിടെ? അവൻ ചോദിച്ചു. അതെ, എന്താ? രേവതി മുന്നോട്ട് വന്നു. മാഡം, വരാനിത്തിരി വൈകിപ്പോയി, ക്ഷമിക്കണം. രേവതി എന്ന പേരിലാണ് ഓർഡർ വന്നതും ഈ അഡ്രസ്സാണ് കൊടുത്തിരുന്നത്. ഡെലിവറി ബോയ് വിനയത്തോടെ കാര്യം വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ രേവതി അവനെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കിയതോടെ ശാരദയുടെ ദേഷ്യം വീണ്ടും ഇരട്ടിയായി. കണ്ടോടാ നീ, അവർ അജയനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ സ്ഥാനത്ത് നിന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യുമായിരുന്നടാ. എൻ്റെ ഭർത്താവിന് വയ്യല്ലോ, സമയത്തിന് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ കരുതി നിന്നെ നന്നായി നോക്കുമായിരുന്നില്ലടാ അവൾ. ശാരദയുടെ ശബ്ദം വിറച്ചു. പകരം ഇവിടെ നോക്കിയേ, ഈ മഹാറാണി വീട്ടിൽ നിന്ന് സുഖിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കാൻ മെനക്കെടാതെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. രേവതി അത് കേട്ടു നിൽക്കാനായില്ല. അയ്യോ, അതിനൊക്കെ ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ? അയാൾ അത്ര വലിയ തെറ്റൊന്നുമല്ല ചെയ്തിട്ടില്ലല്ലോ, അവളും തിരിച്ചടിച്ചു. നിങ്ങളുടെ മരുമകൾ എന്ന് പറയുന്ന ആ നീലിമ തന്നെയല്ലേ അവസരം നോക്കി വീട് വിട്ടു പോയത്? അവൾ അത്ര നല്ലവളൊന്നുമല്ല. നിങ്ങളുടെ മകനേക്കാൾ പണക്കാരനായ ഒരുത്തനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ പോയതല്ലേ അവൾ. രേവതി അത്രയും പറഞ്ഞു തീരും മുമ്പ് പ്ലാർ രവീന്ദ്രച്ചൻ്റെ കൈ അവളുടെ കവളിൽ ആഞ്ഞു പതിച്ചു. എൻ്റെ മരുമകളെക്കുറിച്ച് ഒരക്ഷരം പോലും മോശമായി സംസാരിച്ചാൽ. ശാരദയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു തൊടുത്തു. എന്ത് തെറ്റാണ് ഞങ്ങൾ അവരോട് ചെയ്തത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുമോ? അവർ രേവതി രൂക്ഷമായി നോക്കി. ഇപ്പോഴല്ലേ നിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് നിന്റെ സ്വഭാവം. ഇതിലും വലിയ ശിക്ഷ തന്നെയാണ് നിനക്ക് തരേണ്ടതും. ശാരദയുടെ വാക്കുകൾ കേട്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും നിശബ്ദരായി. അമ്മയുടെ സ്വഭാവം അജയന് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. എന്നാൽ തൻ്റെ മകൻ്റെ താല്പര്യങ്ങൾക്കു വേണ്ടി അമ്മ മിണ്ടാതിരിക്കുമെന്ന് അവൻ കരുതി. അത് അവൻ്റെ വലിയൊരു തെറ്റായി. സ്വന്തം മകൻ്റെ തെറ്റുകൾ കൂട്ടുനിൽക്കാൻ വേണ്ടി നീതിയെ പണം വെക്കാനുള്ള അമ്മായിമ്മയായിരുന്നില്ല ശാരദ. അവളുടെ ആ രോഷം തന്നെ അജയനത് മനസ്സിലാക്കി കൊടുത്തു. അവൻ പതുക്കെ തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പക്ഷെ രവീന്ദ്രൻ പിള്ള മകനെ നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. അദ്ദേഹം മുഖം മറുവശത്തേക്ക് തിരിച്ചു. നേരും നിറയും കാത്തു ജീവിച്ചിരുന്ന ഒരു നാട്ടിൻ പുറത്തെ കുടുംബമായിരുന്നു അത്. മക്കളോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള മനസാക്ഷിയെന്ന് ആ മാതാപിതാക്കൾ അന്നവിടെ തെളിയിച്ചു. സ്വന്തം മകൻ തന്നെയായിട്ടും അവൻ്റെ തെറ്റിനു മുന്നിൽ തല കുനിക്കാതെ നിൽക്കുകയായിരുന്നു അവരും. അത് അജയനെ വല്ലാതെ തളർത്തി. അമ്മയോടും അച്ഛനോടും ഒന്നും പറയാനാകാതെ അവൻ അവിടെ തന്നെ തല കുനിച്ചു നിന്നു. ജീവിതത്തിൽ ആദ്യമായി സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കാൻ പോലും തനിക്ക് അവകാശമില്ലാത്തതുപോലെ തോന്നി. അപമാനവും കുറ്റബോധം കൊണ്ട് അവൻ്റെ തല കൂടുതൽ താഴ്ന്നു. ആ മുറിയുടെ ശാന്തതയിൽ തുന്നൽ നൂലുകൾ നേർത്ത തയ്യൽ മെഷീനിൻ്റെ ഉരസിൽ മാത്രമാണ് കേട്ടിരുന്നത്. എന്തോ ഒന്നിനായുള്ള കാത്തിരിപ്പ് അവളുടെ കണ്ണുകളിൽ നീലിച്ചു നിന്നു. ഓരോ നിമിഷവും ഓരോ ഭാവങ്ങളാണ് ആ മുഖത്ത് മിന്നിമറിയുന്നത്. ഭിത്തിയിലെ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞു. മുറിയിൽ അവൾ തനിച്ചായിരുന്നു. ഡി,
നീലു ഷോപ്പ് അടയ്ക്കാതെ ഇത്രയും വേഗം നീ എന്തെടുക്കുകയാ എന്ന് ചോദിച്ചുകൊണ്ട് രജനി അകത്തേക്ക് കടന്നു വന്നത്. ഇതുകൂടി കയ്യാറെ അരുൺ കഴിച്ചോ? അവൻ ഹോംവർക്കൊക്കെ ചെയ്തു തീർത്തോ? ഉറങ്ങിയോ? ക്രോസ് ക്വസ്റ്റ്യൻ പരമ്പര തന്നെയായിരുന്നു നീലിമയുടെ നാവിലുണ്ടായിരുന്നത്. അമ്മേ, ഞാൻ കഴിച്ചു. അമ്മയല്ലേ ഇനിയും കഴിക്കാത്തത്? മകൻ്റെ ശബ്ദം കേട്ടാണ് നീലിമ തലയുയർത്തി നോക്കിയത്. അരുൺ, നീ ഉറങ്ങാതെ ഇവിടെ എന്തെടുക്കുകയാ? നാളെ രാവിലെയല്ലേ സ്കൂളിൽ പോകേണ്ടത്? നാളെ ഞാൻ സ്കൂളിൽ പോകില്ല അമ്മേ. ഞാൻ മാത്രമല്ല, ആരും പോകില്ല. അവൻ പറഞ്ഞത് കേട്ട് കുഴപ്പത്തോടെ നോക്കിയ അവളെ നോക്കി രജനി ചിരിച്ചുപോയി. എടി നീലു, നീ ഏത് ലോകത്താ? നാളെ ഞായറാഴ്ചയല്ലേ? ജോലിയുടെ തിരക്കിൽ അത് പൂർണ്ണമായും മറന്നുപോയല്ലോ എന്ന് ഓർത്ത് നീലിമ സ്വയം തലയിൽ തട്ടി. അവൾ സഹതാപത്തോടെ തൻ്റെ മകനെ നോക്കിയെങ്കിലും അവൻ അമ്മയെ ഒന്ന് തുറിച്ചു നോക്കി. അമ്മേ, നിങ്ങളുടെ ജോലി കഴിഞ്ഞോ ഇല്ലയോ? വാ, വീട്ടിലേക്ക് പോകാം. നിങ്ങൾ ശരിക്കും കഴിക്കാറുമില്ല, ഉറങ്ങാറുമില്ല. ദിയാക്ക നിങ്ങളുടെ മേൽ നല്ല ദേഷ്യത്തിലാണ്. ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എടുത്തില്ലെന്ന് പറഞ്ഞു. മകൻ്റെ സ്നേഹം നിറഞ്ഞ ശാസ്ത്രൻ അവളുടെ മനസ്സലിഞ്ഞു. സോറി അരുൺ, അമ്മയുടെ ജോലി തിരക്കിലായതുകൊണ്ടല്ലേ ശ്രദ്ധിക്കാഞ്ഞേ. നാളെ ആദ്യം അവളോട് സംസാരിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. നീലു എല്ലാ ഓർഡറുകളും പൂർത്തിയായതല്ലേ? അയക്കേണ്ടതൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്തിനാടി ഇത്രയും നേരം ഇരുന്ന് വീണ്ടും തുന്നുന്നത് നീ? രജനി ചോദിച്ചു. മാർക്കറ്റിൽ ഇപ്പോൾ ദിവസം പുതിയ പുതിയ കളക്ഷനുകളാണ് വരുന്നത്. ഉപഭോക്താക്കളെന്നും എന്തെങ്കിലും പുതിയ വ്യത്യസ്തമായതാണ് ആഗ്രഹിക്കുന്നതും. ഒരിക്കലൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ട അടുത്ത തവണ അതിലും മികച്ചത് വേണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഡിസൈൻ തുന്നിയെടുത്തത്. നാളെ നമ്മുടെ ചാനലിലൂടെ ഇത് ലോഞ്ച് ചെയ്യാമെന്ന് കരുതി. അതിനുള്ള പണിയിലായിരുന്നു. സത്യമാണോടെ നീ പറയുന്നത്? സന്തോഷത്തിൻ്റെ ഞെട്ടലോടെ രജനി ചോദിച്ചു. നീലിമ പുഞ്ചിരിയോടെ തലയാട്ടി. ഇതുവരെ മനസ്സിൻ്റെ ക്യാൻവാസിൽ കണ്ട സ്വപ്നത്തിന് ഒടുവിൽ രൂപം നൽകിയിരിക്കുന്നു. തുന്നി തീർത്ത ആ മനോഹരമായ വസ്ത്രം അവൾ ഇരു കൈകളും കോരിയെടുത്തു. മൃദുവായി അതിലേക്കൊന്ന് തലോടി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ആ വസ്ത്രം സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ചു നോക്കിയവൾ. ഒരു പെണ്ണായി, ഒരു അമ്മയായി, ഒരു കലാകാരിയായി തനിക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനും പകരം നിൽക്കുന്ന ഒന്നായി ആ സൃഷ്ടിച്ച അവൾക്ക് തോന്നി. അത് അവളെ തന്നെ പൂർണ്ണമായി അറിയാനും പ്രാപ്തയാക്കി. എടി നീലു, ഇത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ മാർക്കറ്റിൽ കിട്ടില്ലെന്നാണോ നീ കരുതുന്നത്? കിട്ടില്ലെന്ന് ഞാൻ പറയില്ല. എങ്കിലും ഇതിലൊരു പ്രത്യേകതയുണ്ട്. അമ്മേ, അതെന്താ? അരുണും ആകാംക്ഷയോടെ ചോദിച്ചു. ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഷോപ്പിലെ ലൈറ്റുകൾ അണച്ചു. അമ്മേ, നീലു, ആ കാഴ്ച കണ്ടതും ഇരുവരും ആശ്ചര്യത്തിൽ ശബ്ദമടങ്ങി. സത്യമായി ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇട്ടുമൂടാൻ തോന്നും. നിന്റെ അധ്വാനം പാഴാകില്ല നീലു. ഈ ഡ്രസ്സ് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. രജനി ആവേശത്തോടെ പറഞ്ഞു. അതേ മമ്മി, ഈ ഡ്രസ്സ് ഇട്ടാൽ ഒരു മാലാഖയായി തോന്നിക്കും. ഞാൻ ഇപ്പോൾ തന്നെ ദിയ ചേച്ചിക്ക് വീഡിയോ കോൾ കാണിക്കാം. കേട്ടാൽ അവൾക്ക് ഒത്തിരി സന്തോഷമാകും, അരുണും പറഞ്ഞു. വേണ്ട അരുൺ, രാവിലെ പറയാം. നീലു, ഈ ഡ്രസ്സ് എങ്ങനെയാ ആളുകളെ കാണിക്കാൻ പോകുന്നത്? നീ പാവയെ കൊണ്ട് ഇടിവിച്ചാണോ? രജനി ചോദിച്ചു. നീലിമ തലയാട്ടി. രജനി തുടർന്നു. ഒരു പാവയേക്കാൾ ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഇട്ട് ധരിച്ചു വരുമ്പോയാ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുക. ആ തുണിക്കടയിലെ പരസ്യത്തിനൊക്കെ കാണാറില്ലേ? അതുപോലെ തന്നെ വേണം. ശരിടി, ഇതിന് എന്തെങ്കിലും പേരിട്ടോ? പേരോ? നീലിമ അമ്പരന്നു. എന്താ നീല ഇത്? ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന പുതിയ വസ്ത്രങ്ങൾക്കും സാരികൾക്കും ഒക്കെ ഓരോ പേരുണ്ടാകും. അതുപോലെ നിന്റെ ഡിസൈനുകൾക്കും സ്വന്തമായൊരു ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ മാത്രമേ അത് ആളുകളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരും. നീ പറയുന്നത് ശരിയാ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. വേഗം ആലോചിച്ച് വെച്ചോ. നാളെ നമ്മൾ ലൈവ് വീഡിയോ ചെയ്യാൻ പോവുകയാ എന്ന് രജനി പറഞ്ഞതും നീലിമ ഞെട്ടലോടെ അവളെ നോക്കി. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു പരിഭ്രമം വന്നു. രജനി, അതൊന്നും വേണ്ട. എന്താ വേണ്ട എന്ന് പറയുന്നത്? വെറുതെ വീഡിയോ ഇടുന്നതിനേക്കാൾ ലൈവ് വീഡിയോ ആണ് വ്യൂസ് കൂടുതൽ കിട്ടുക. ആളുകളിലേക്ക് പെട്ടെന്നെത്തും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ ലൈവ് ഇടുന്നു. അതിൽ ഈ ഡ്രസ്സിൻ്റെ പേരും നിന്റെ ബ്രാൻഡ് നെയിമും നീ തന്നെ പറയണം, രജനി ഉറപ്പിച്ച് പറഞ്ഞു. ഷോപ്പ് അടയ്ക്കാൻ സഹായിക്കുമ്പോഴും നീലിമയുടെ മനസ്സിൽ നേർത്തൊരു മടി ശേഷിച്ചിരുന്നു. ഏതൊരു സ്ത്രീക്കും ആദ്യമായി ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സങ്കോചമായിരുന്നു അത്. ശാരദയുടെ ഓരോ വാക്കുകളും അജയൻ്റെ മനസ്സ് വടികൊടുത്ത് അടി വാങ്ങിയ പോലെ തോന്നി. ആ ശരീരവേദനക്കൊപ്പം മാനസിക വേദനയും ചേർന്നപ്പോൾ അവൻ നീലിമയെ ഓർത്തുപോയി. സാധാരണ വീട്ടിലേക്ക് വരുന്ന സമയത്തിലും വൈകിയാണ് രേവതി അന്ന് വീട്ടിലേക്കെത്തിയതും. അജയ് അത് ശ്രദ്ധിച്ചെങ്കിലും മുൻപത്തെ പോലെ ചോദിച്ച് വഴക്കുണ്ടാക്കാൻ അവനും മുതിർന്നില്ല.
അതിനേക്കാളുപരി അവളോട് സംസാരിക്കാൻ പോലും അവന് താല്പര്യമില്ലായിരുന്നു എന്ന സത്യം. ഹാളിൽ അച്ഛനും മകനും ഇരിക്കുമ്പോൾ ശാരദാമ്മയും അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. അവരെ നോക്കിക്കൊണ്ട് രേവതി അകത്തേക്ക് നടന്നു. വന്നവൾ അജയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഇന്ന് ഓഫീസിൽ ഒത്തിരി ജോലിയായിരുന്നു അജയ്. കൈ രണ്ടും നല്ല പോലെ വേദനിക്കുന്നുണ്ട് അജയ് എന്ന് കൊഞ്ചി പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. രണ്ടുപേരും അറപ്പോടെ അജയുടെ അച്ഛൻ നോക്കിയത്